വൈറ്റിലയിലേക്ക് റിയ എത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. നമ്മുടെ റിപ്പോർട്ടർ അവിടേക്ക് എത്തിയിരിക്കുകയാണ്. റിയ വൈറ്റിലയിൽ വിട്ട ടിക്കറ്റാണ്. വൈറ്റില പോലെ ഒരു പ്രധാനപ്പെട്ട ഒരു നഗരമാണ്. ആ നഗരത്തിലേക്കാണ് ഇപ്പോൾ ഈ ടിക്കറ്റ് വിറ്റിരിക്കുന്നത് എന്ന വലിയൊരു ആകാംക്ഷ കൂടി ഉണ്ട്. റിയയിലേക്ക് എത്താം. അല്പസമയത്തിനകം റിയയെ കണക്ട് ചെയ്യാൻ കഴിയുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്റ്റെഫിൻ ഈ പറഞ്ഞതുപോലെ തന്നെ വലിയൊരു നഗരപ്രദേശമാണ്. അവിടെ നിന്നാണ് പലരും വാങ്ങിച്ചുകൊണ്ട് പോകാം. കൊച്ചിയിലേക്കൊക്കെ വരുന്ന ആളുകൾ അവിടെ നിന്ന് വണ്ടി കയറാം, പല ഇടങ്ങളിലേക്ക് പോകാം. പ്രധാനപ്പെട്ട നഗരമാണ്. അപ്പോൾ നമുക്കൊരു അനുമാനത്തിലേക്ക് എത്താൻ കഴിയില്ല. ഇത്തവണയും അങ്ങനെ നഗരം വിട്ട് അതിർത്തി വിട്ട് പോകാനുള്ള സാധ്യത ഉണ്ടോ? ഇപ്പോൾ പ്രതികരണം ഞാൻ അങ്ങനെയൊന്നും എനിക്ക് മെമ്പറില്ല. മെമ്പറുണ്ട്. ഒരറിവില്ല, ആളാരാണെന്ന് ഒരറിവില്ല. വിറ്റതാണോ എങ്ങനെയാണ്? നമ്മൾ ഓർക്കില്ല, അത്ര ഓർമ്മയിലുള്ള ആളല്ലേ ഞാൻ. അങ്ങനെയൊന്നുമില്ല. ഒരു ദിവസമൊക്കെ ഒരു 10 ടിക്കറ്റ് 15 ടിക്കറ്റൊക്കെ ഇവിടെ വിറ്റ് പോകുള്ളൂ. അപ്പൊ അത് ആരൊക്കെയാണ് നമ്മൾ ഓർത്തിരിക്കൂലേ. സീരിയൽ 10 എടുക്കുന്ന ആരും ഇല്ല ഇവിടെ. സിംഗിൾ എടുക്കാൻ ടിക്കറ്റ് എടുക്കുന്ന ആൾക്കാരെ ഈ 1000 ടിക്കറ്റ് വിറ്റ ആൾക്കാരെ എല്ലാവരും ഓർത്തിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ അപൂർവമായ ഒരു കഴിവാണ്. അത്ര ഒരു കഴിവ് നമുക്കില്ല. 1100ഓളം പറ്റി. എല്ലാം വിറ്റുപോയി. 12 മണിക്ക് ടിക്കറ്റ് കയറുന്നു. 12 മണിക്ക് ടിക്കറ്റ് കയറുന്നു. ഞാൻ 1 കോടി അടിച്ചത് കാരണം എനിക്ക് സ്പെഷ്യലായിട്ടൊരു സെയിലുണ്ട് ഇവിടെ. ഏറ്റവും അവസാനം എടുത്ത സലാം എന്ന് പറഞ്ഞ പുള്ളി ഞാൻ എടുക്കാൻ പറ്റിയ ടിക്കറ്റാ പുള്ളി എടുത്തിട്ട്. പുള്ളിക്ക് അടിച്ചാൽ 100% സന്തോഷം. പുള്ളിക്ക് അടിക്കണം. അല്ലെ, ഞാൻ ഒരെണ്ണം എടുക്കണമെന്ന് വെച്ചാൽ എടുത്തില്ല. ഞാൻ എടുക്കാൻ എനിക്ക് കിട്ടിയില്ല. അതാ കാര്യം. എടുത്തോണ്ട് പോയി. ഇല്ല, എടുക്കാൻ കിട്ടിയില്ല. ടിക്കറ്റേ കിട്ടിയില്ല. കാരണം 3 ടിക്കറ്റാണ്. അപ്പോൾ ഒരെണ്ണം എടുത്ത് മാറ്റിക്കൂടാ മോനെ എന്ന് പറഞ്ഞപ്പോൾ അതിന് ടൈം കിട്ടിയില്ല. ആൾക്കാർ വന്ന് എടുത്തോണ്ട് പോയി. അതിനുശേഷം ഒരുപാട് പേര് വന്നാ ടിക്കറ്റ് സംഭാഷണം പഠിച്ചതാ. ഫസ്റ്റ് ഇവിടെ ബമ്പറല്ല, ഫസ്റ്റ് 1 കോടി അടിച്ചതാ. 1 കോടി ഡബിൾ മധുരമല്ല. ഭയങ്കര സന്തോഷമാണ്. എനിക്ക് എന്താ പറയണ്ടെന്ന് അറിയില്ല. അത്രക്ക് സന്തോഷം. ഇതെന്റെ അച്ഛനാണ്. അച്ഛനും കൊണ്ട് വരാറില്ല. അച്ഛൻ പ്രായമായല്ല. ഒരു പരിധിവരെ ഒരു നാണക്കേടായിട്ട് ലോട്ടറി ടിക്കറ്റ് കട തുടങ്ങിയ ആളാ ഞാൻ. ഇപ്പൊ ഭയങ്കര അഹങ്കാരം. ഈ കട തുടങ്ങി. ഇവിടെ എനിക്ക് ഒരുമാതിരി നല്ല ഒരു 1.5 ലക്ഷം രൂപ ബിസിനസ്സിൽ ഒരു മാസം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ആളാ ഞാൻ. പെട്ടെന്ന് ബിസിനസ് ഒന്ന് ഔട്ടായിപ്പോയി. അപ്പം തുടങ്ങിയതാണ് ഞാനിത്. അതിനുശേഷം തുടങ്ങി. അതിനോട് ഇനി ഒരുപാട് എതിർപ്പുള്ള ആൾക്കാരുണ്ട്. ഇത് ശരിയല്ല, നിർത്തണമെന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. പക്ഷേ ഇനി ആരും പറയല. കാരണം 1 വർഷത്തിനുള്ളിൽ 26 കോടി രൂപ എനിക്ക് അടിച്ചു. അപ്പം ഇനി ആര് പറയാനാണ്? ഇനി ഒരുപാട് പേരിലേക്ക് വരും. വരട്ടെ. ആളെ കണ്ടുപിടിക്കണേ എന്തിനാണ്? ആരായാലും ഒരു ഭാഗ്യവാൻ. സത്യമായിട്ട് എനിക്കറിയാം. സത്യമായിട്ട് അറിയില്ല. എൻ്റെ അമ്മ ഇല്ല, ഒരാൾ എന്നോട് വന്ന് പറഞ്ഞതാണ്. പറയണ്ട, ഇവിടെ വന്ന് നിങ്ങൾ സംസാരിക്കുമ്പോൾ ഒരാൾ എൻ്റെ അരികത്തെന്ന് പറഞ്ഞതാണ്. സമ്മാനം കിട്ടിയ ആളുടെ ഫ്രണ്ടാണ്. കുറച്ച് കഴിഞ്ഞ് വന്ന് പറയണ ഞാൻ അയാൾ അറിയിക്കും. അയാൾ വേറെ ഇടപാടൊന്നുമില്ല. പുള്ളിയും ഇല്ല. എനിക്കൊരു സംശയം തോന്നിയാണ്. എൻ്റെ അടുത്ത് വന്ന് ഇന്നെ പറഞ്ഞു, എടാ ഇന്നൊരാൾക്ക് ആകാണെന്ന് തോന്നണമെന്നും പറഞ്ഞ് എന്നോട് പറഞ്ഞു. മാറ്റിക്കും. നെട്ടൂർക്കാരനായിരിക്കണം. കാരണം ഒരു കൊല്ലം ഇത് ഇത്രയും വിജയകരമായിട്ട് ഈ ലോട്ടറി ഞാൻ ഇവിടെ വിൽക്കുന്ന ടിക്കറ്റ് എത്രയൊന്നും ആർക്കും അറിയാൻ പറ്റില്ല. കാരണം അത്രയും വിൽക്കുന്നത് നെട്ടൂർക്കാരുടെ കഴിവുകൊണ്ടാണ്. കാരണം ഇത്രയും ടിക്കറ്റൊന്നും ഒരു കടയിലും വിൽക്കാൻ പറ്റൂല. കാരണം നമ്മൾ അവരുടെ കഴിവുകൊണ്ടാണ്. കാരണം 12 മണിയാകുമ്പോൾ അവർ തന്നെ വന്ന് നോക്കിയിടാം അവൻ്റെ കട ഒരുപാട് ടിക്കറ്റ് കിടക്കണം എന്ന് പറഞ്ഞ് അവർ പണിയെടുക്കണ ഡെയിലി ബേസിന് പണിയെടുക്കുന്ന ആൾക്കാർ നമ്മളെ സഹായിക്കാൻ വന്ന് ടിക്കറ്റ് എടുക്കുന്ന ആൾക്കാരാണ്. അല്ലാണ്ട് അവർ ടിക്കറ്റ് എടുക്കാൻ ആഗ്രഹമുണ്ട്. ഇതൊക്കെ ലോട്ടറി ഇന്നേ വരെ എടുക്കാത്ത ആളാണ്. ഇത് ഞാൻ കട തുടങ്ങിയിട്ട് ലോട്ടറി എടുക്കാൻ തുടങ്ങിയ ആളാണ്. ഇയാൾക്കാള് ഇന്ന് വരെ ആരെങ്കിലൊക്കെ വന്നിരിക്കണവരെ കച്ചവടം ചെയ്യണം. പലരും എന്നോട് പറയും, ഇവിടെ താൻ ആരെയൊക്കെ ഏൽപ്പിച്ചിട്ട്
പക്ഷെ 100% നമുക്ക് വിശ്വസിക്കാവുന്ന ആൾക്കാരാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും. ഏൽപ്പിച്ചിട്ടാണ് പോണത്. പലർക്കും ഇതിനുണ്ട് ആ കാര്യത്തിൽ. ഒരുപാട് പേര് എന്നോട് പറയും എടാ അവരെന്താണ്, പക്ഷെ ഒരു വ്യത്യാസവും വന്നിട്ടില്ല. എനിക്കെന്തായാലും ഒരു മാസം എൻ്റെ 2 മക്കൾക്ക് പഠിക്കാനും എൻ്റെ വീട്ടു ചിലവ് നടക്കാനുള്ള കാശും അതിനപ്പുറം ഞാനിതുകൊണ്ട് ഉണ്ടാക്കുന്നുണ്ട്. അതിപ്പോൾ ഇവർ നിന്നിട്ട് ഉണ്ടാക്കുന്നത് കൊണ്ടാണെന്ന് തന്നെ പറയാം. കാരണം ഒരു 2 മണിക്കാരെ നിർത്തേണ്ട സ്റ്റേജിൽ നിന്ന് ഒരാളെ നിർത്തിയാൽ ഞാനിപ്പോൾ ഒരാളെ നിർത്താൻ തുടങ്ങിയിട്ട് 2 മാസം ആയിട്ടുള്ളൂ. ഒരാളെ നിർത്തിയാണ് അഡ്ജസ്റ്റ് ചെയ്തോളാം. അപ്പോൾ അവരുടെ സഹായമാണത്. കാരണം ഈ പറഞ്ഞില്ലേ, ഇപ്പോൾ ഈ ടിക്കറ്റ് കിടക്കണത് നിങ്ങളില്ലെങ്കിൽ ആ ടിക്കറ്റ് അവർ വന്ന് 2 കൊടുക്കുന്ന പറഞ്ഞാൽ അവരെടുത്തുകൊണ്ട് പോകും. കാരണം അത് നമ്മളെ സഹായിക്കാൻ വേണ്ടിയാണ്, അല്ലാണ്ട് അവർക്ക് ലോട്ടറി അടിക്കാൻ വേണ്ടി ആഗ്രഹം കൊണ്ട് എടുക്കണമല്ല. അതാണ് ഞാൻ ഇവിടെ നിന്ന് 4 കിലോമീറ്റർ അപ്പുറം കുമ്പളത്തുള്ള ആളാണ്. കുമ്പളത്തുള്ള ആൾക്കാരെ എന്നെ അറിയില്ല, പക്ഷെ നെട്ടൂർ ഒരു കുടുംബത്തിൽ എന്നെ ചോദിച്ചാൽ എന്നെ അറിയും. കാരണം അത്രയും 30 കൊല്ലമായി ഞാനിവിടെ നിൽക്കണത്. അതുകൊണ്ട് അവർക്കറിയാം 100%. ഒരുപാട് പേര് വിളിക്കണ്ട, ആരൊക്കെയാണെന്ന് അറിയാൻ പറയാം. വൈഫും വിളിക്കണ്ട, എല്ലാവരും വിളിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ മുതലാളിയാണ്. ഇതൊരു മുതലാളിയാണ് നമ്മുടെ. മേടിക്കാൻ ടൈം കിട്ടിയിട്ടില്ലല്ല, നമ്മളെ നിർത്തിയിട്ടില്ല. നിന്ന് ആകെപ്പടി ഞാൻ ഇത്രയും വലിയ ബഹളമൊന്നും ഞാൻ അറിഞ്ഞില്ല. ശരിക്കും ഭയങ്കരമായി ചത്ത് കഴിഞ്ഞാൽ മാത്രം പടാൻ വരാമെന്ന് എൻ്റെ പേര് ഇപ്പൊ ലോകം മുഴുവൻ പറഞ്ഞില്ലേ. അല്ലാതെ എൻ്റെ പേരൊക്കെ എങ്ങനെ വരാനാ? തട്ട് ഇതൊക്കെ തന്നെ മതി. ഇതാണ് ബാക്കിത്തട്ട്. ഇനി വലുതാക്കിയിട്ട് അടി വന്നില്ല പ്രശ്നമായി പേര് ദോഷമാകൂലേ. ഇത് തന്നെ മതി. ഇത് ഇപ്പോൾ ഇനിയിപ്പോൾ നെട്ടൂർ ടിക്കറ്റ് എടുക്കാൻ ആൾക്കാർ കൂടുമല്ല. എനിക്കൊരു കോടി അടിച്ചപ്പോൾ ഇവിടെയുള്ളതായിട്ട് കടകളിലൊക്കെ ടിക്കറ്റ് കച്ചവടം കൂടിയതാണ്. ഇപ്പം ഇനിയും മറ്റേ ഒരു സിനിമയിൽ അലബിയിൽ ബർത്തിരി എന്ന് പറയുന്ന ശ്രീനിവാസനുള്ള പോലെ എന്നെയും കൊണ്ട് പോകും ആരെങ്കിലും. ലോട്ടറി ഏജന്റ് ആയിട്ടുള്ള നെട്ടൂരിലുള്ള ലോട്ടറി ഏജന്റ് ആയിട്ടുള്ള ലതീഷാണ് ഈ ടിക്കറ്റുകൾ വിൽപ്പന നടത്തിയത്. ആരാണ് എന്ന് ഇത് സംബന്ധിച്ച് ഇതുവരെ അറിയില്ലെന്നാണ് ലതീഷേട്ടൻ പറയുന്നത്. ആരെങ്കിലും വിളിച്ചോ? ഏതെങ്കിലും സൂചന ആരെങ്കിലും ഒന്ന് വിളിച്ചോ? ഹലോ ഹലോ അതെ 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 സുഹൃത്തുക്കളാണ്. ലതീഷ് ലോട്ടറി എടുത്തതിന് ശേഷമാണ് ഇവിടെ മിക്ക ആൾക്കാരും ലോട്ടറി എടുക്കാൻ തുടങ്ങിയത്. അതിന് മുമ്പ് ആരും ലോട്ടറി എടുക്കില്ലായിരുന്നു. ഇല്ല, ബമ്പർ എടുത്തിട്ടില്ല, ഞാൻ എടുത്തിട്ടില്ല. നമ്മുടെ കൂട്ടുകാരെടുത്ത് ഞങ്ങൾ ഷെയർ അടുത്താണ്, നമ്പർ അടുത്താണ്. ആ നമ്പറല്ല, എൻ്റെ ഒരു ഫ്രണ്ട് എടുത്തിട്ടുണ്ട്. അത് 7 നമ്പറിന്റെ വ്യത്യാസത്തിലാണ് പോയേക്കണം. നെട്ടൂര് തന്നെ ആയിരിക്കുള്ളൂ. തീർച്ചയായിട്ടും നെട്ടൂര് തന്നെ ആയിരിക്കും അടിച്ചത്. കാരണം നെട്ടൂരുള്ള തൊഴിലാളികളാണ് ഏറ്റവും കൂടുതൽ എടുക്കുന്നത് രതീഷിൻ്റെ അടുത്ത്. ഇവിടെ രതീഷ് കട തുടങ്ങിയതിന് ശേഷം 3-4 തൊട്ട് പുതിയത് വന്നു. കാരണം 800-750 ടിക്കറ്റ് ഡെയിലി വിൽക്കുള്ളൂ. സുഹൃത്തുക്കളൊക്കെ പറയുന്നത് ഈ തൊട്ടടുത്ത നമ്പറുകളൊക്കെയാണ് തങ്ങളെടുത്ത ടിക്കറ്റ്. ആ ടിക്കറ്റിന്റെ 1-2 നമ്പറുകൾക്ക് മേലക്കത്തിനൊക്കെയാണ് ബമ്പർ നഷ്ടപ്പെട്ടു പോയതെന്നാണ്. അപ്പോൾ അതായത് ഈ നെട്ടൂര് തന്നെ ഈ ഭാഗ്യശാലി ഉണ്ടാകാം എന്നൊരു സൂചനയാണ് എല്ലാവരും പറയുന്നത്. നെട്ടൂരുകാരനാകട്ടെ എന്നൊക്കെ എല്ലാവരും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. എന്തായാലും വലിയ സന്തോഷത്തിലാണ് എല്ലാവരും ഉള്ളത്. കട നോക്കാൻ പറ്റുന്ന ആളാണ്. ലോട്ടറി അടിച്ചത് അറിഞ്ഞോ? ബമ്പർ അടിച്ചത് അറിഞ്ഞോ? അല്ല, ചിലവ് ചോദിക്കുന്നില്ലേ? ആരാണ് ആ ഭാഗ്യശാലി എന്നറിയാനുള്ള ഒരു ആകാംക്ഷയാണ്. കാരണം 1000-ലധികം ടിക്കറ്റുകൾ വിൽപ്പന നടന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരാൾ ഭാഗ്യശാലിയാകും. ഇന്ന് 12 മണി വരെ ടിക്കറ്റുകൾ വിൽപ്പന പോയിട്ടുണ്ടെന്നാണ് ലതീഷേട്ടൻ പറയുന്നത്. അച്ഛനടക്കം എല്ലാവരും ഇവിടെ വരികയും ചെയ്തിട്ടുണ്ട് എന്ന് തോന്നുന്നു. മകനാണ് ഭാഗ്യം, വിറ്റ ലോട്ടറിക്കാണ് ഭാഗ്യം. നല്ല സന്തോഷമാണ്. എനിക്കൊക്കെ സന്തോഷം. അല്ലെങ്കിലും അവൻ ടിക്കറ്റ് കൂടുതലെടുക്കുന്ന കൂട്ടത്തിലാണ്. നേരത്തെ തന്നെ കട തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എടുക്കും ടിക്കറ്റ് കൂടുതലായിട്ട്. വലിയ തിരക്കുണ്ട് ഇവിടെ. ഒരുപാട് ആളുകൾ ഈ കടയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഈ സന്തോഷം പങ്കുവയ്ക്കാൻ, ഒപ്പം തന്നെ ആരായിരിക്കും ആ ഭാഗ്യശാലി എന്നറിയാനുള്ള ഒരു ആകാംക്ഷ കൂടി ഇവിടെ വരുന്ന മുഴുവൻ ആളുകൾക്കുമുണ്ട്. നെട്ടൂര് ഭാഗത്തുള്ളവരാണ് കൂടുതലായി ടിക്കറ്റ് എടുത്തത് എന്നതാണ് ചേട്ടൻ പറയുന്നത്. ഭാഗ്യശാലികളിൽ ഏതെങ്കിലും കോളുകൾ ഒന്നും വരുന്നില്ല, അറിയില്ല. അത് കുറച്ചു നേരം കഴിഞ്ഞേ പറയുള്ളൂ. ഇതൊക്കെ ഇത്രയും ഒരു ഇത് കണ്ടു കഴിഞ്ഞാൽ അവർ തന്നെ പേടിച്ച് പൊക്കളയും. അറിയില്ല, അല്ല സൂചന വന്നിരുന്നു അല്ലേ? എത്ര
2 നമ്പറിന് പോയി. ഇതാ ഇതിപ്പം ഈ കടയിൽ ഒരാൾ വന്നതാണ്. ഇവിടെ നിന്നെടുത്തൊരു ടിക്കറ്റ് ആണ്. TH 2 നമ്പറിന് പോയി. ഈ ടിക്കറ്റ് ഒന്ന് കാണാം. TH 577-817 ആണ്. 25-നാണ് പോയത്. ഫസ്റ്റിന്റെ നമ്പർ എനിക്ക് അറിയില്ല, സത്യം അറിയില്ല, സത്യമായിട്ടും അറിയില്ല. ഇത് 2 നമ്പറിന് പോയെങ്കിൽ 9 ആയിരിക്കും. ഒരു നമ്പറിന് ചേട്ടന്റെ ടിക്കറ്റ് ആയിരുന്നു. ഞാനെടുത്ത ജസ്റ്റ് മിസ്. 2 നമ്പറിന് പോയി. 25 കോടി എനിക്കാ. അടുത്ത തവണ കാത്തിരിക്കാം. ചെറിയൊരു സങ്കടമുണ്ട്. ടിക്കറ്റ് എടുത്തത്. ടിക്കറ്റ് എടുത്തിട്ട് ഇപ്പൊ 5-10 ദിവസമായി. 817 825-നാണ് ഒന്നാം സമ്മാനം വന്നത്. അതിന്റെ ഒരു സങ്കടമാണ് പറഞ്ഞത്. നേരത്തെ ഇവിടെ നിന്ന് ഒരാള് 824 നമ്പറിലുള്ള ടിക്കറ്റ് കയ്യിലുണ്ട്. അതായത് ഒരക്കത്തിന് ബമ്പർ സമ്മാനം പോയ ഒരാളുണ്ട്. അപ്പൊ അങ്ങനെ പലരും ഈ കടയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരക്കത്തിനാണ്, ഒരു നമ്പറിനാണ്, 2 നമ്പറിനാണ് ബമ്പർ പോയി എന്നൊരു സങ്കടമൊക്കെ ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കെന്തായാലും കാത്തിരിക്കാം ആരാണ് ആ ഭാഗ്യശാലി എന്നറിയാം. നെട്ടൂരുകാർ, ഇവിടുത്തെ കസ്റ്റമർ മുഴുവൻ നെട്ടൂരുകാരാണ്. അത് നമ്മുടെ കച്ചവടവും അറിഞ്ഞ് നമ്മളോടുള്ള ഇഷ്ടം കൊണ്ട് എടുക്കുന്ന ആൾക്കാരെ ഇവിടെ ടിക്കറ്റ് എടുക്കുന്ന ആൾക്കാർ. ഞാൻ 1200 അടുത്ത് ടിക്കറ്റ് വിറ്റ്. 1200 അതിലൊന്നാണിത്. ഒരക്കത്തിനൊക്കെ പോയവർക്ക് സങ്കടം കുറച്ച് കൂടും. അവർക്ക് അടുത്ത പ്രാവശ്യം അടുത്ത ചാൻസ് നോക്കിയിരിക്കും അവർക്ക്. അത്രേ ഉള്ളൂ. ഇല്ല, ഒന്നും കിട്ടി. ഞാൻ എനിക്ക് അടിച്ച നമ്പർ പോലും എനിക്ക് ഓർമ്മയില്ലായിരിക്കും പറയാൻ. ഞാൻ ഒന്നും നോക്കിയിട്ടില്ല, ഒന്നും നോക്കാൻ സമയം കിട്ടിയിട്ടില്ല. അതാ നേരത്തെ 3 മാസം മുമ്പ് ഫസ്റ്റ് അടിച്ചാണ് ഇവിടെ. കേരള ഭാഗ്യത്തിൽ ഒരു 1ാം സമ്മാനം അടിച്ചാണ് ഇവിടെ. ഭാഗ്യശാലിയെ കണ്ടെത്താൻ പറ്റും. കണ്ടെത്തട്ടെ. നെട്ടൂരുകാരനായിരിക്കും. ആയിരിക്കണം. ഇതുവരെ ആരും പിടിച്ചില്ല. ഇവിടെയുള്ള പിള്ളേരാണ്. അത് സംശയമില്ല. നെട്ടൂരുള്ള പിള്ളേര് തന്നെ. ആരാണ്? അറിയാൻ തോന്നുന്നു. അറിയാൻ പറ്റും. അറിയാൻ പറ്റില്ല. പിള്ളേരറിയാൻ പറ്റില്ല. പിള്ളേരെനിക്കറിയാം. പക്ഷെ അവരാണ് എടുത്തുള്ള വിശ്വാസമുണ്ട്. അവര് ഈ ഭാരത പാർട്ടിയാണ്. ഭാര്യ എടുക്കും അവര്. അതാണ്. അത് ചേട്ടൻ വെറുതെ പറഞ്ഞതായിരിക്കും. 12 മണിക്ക് പോകണം. അത് കിട്ടിയില്ലായിരിക്കും. ടിക്കറ്റ് എടുത്ത ആളെ ചേട്ടൻ അറിയാം. സംശയമുണ്ട്. എന്തായാലും അത് സീക്രട്ട് ആയിട്ട് ഇരിക്കട്ടെ. ചേട്ടൻ പറയുന്നത് സീക്രട്ട് ആക്കി വെച്ചിരിക്കുകയാണ്. ഇവിടെ ഉള്ളവർക്കൊക്കെ ഒരു സൂചന കിട്ടിയിട്ടുണ്ട് ആരാണ് ഭാഗ്യശാലി എന്നുള്ളത്. ആളെ കണ്ടെത്താനുള്ള ഒരു നീക്കം കൂടി ഇവിടെ ഉള്ള ആളുകളുടെ ഭാഗത്തു നിന്നൊക്കെ നടക്കുന്നുണ്ട്. എന്തായാലും ആള് തന്നെ തനിക്കാണ് ബമ്പർ അടിച്ചത് എന്നൊരു വെളിപ്പെടുത്തൽ ഒരു പക്ഷേ വരും സമയങ്ങളൊക്കെ നടത്തായിരിക്കും. എന്തായാലും ഇതാ ഇന്ന് രാവിലെ മുതല് ഇദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞാണ് 500 പപ്സ് ഏൽപ്പിക്കണം, ചെണ്ടക്കാരെ വേണം, ജബ്ബാറെ നമുക്ക് തന്നെ അടിയുന്നു, ഇവിടെ അടിക്കുമെന്ന് ഉറപ്പിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു നല്ല പുതിയ ഷർട്ട് ഇട്ടേക്കണം ഞാൻ പറഞ്ഞു. ഞാൻ എടുത്തില്ല. ഇല്ല, ഇവിടെ ബമ്പർ എടുത്തിട്ടില്ല. ഇല്ല, എന്റെ സുഹൃത്താണ്. ഞാനിവിടുത്തെ നഗരസഭയുടെ മുൻ വൈസ് ചെയർമാനായിരുന്നു. ഞങ്ങൾ വളരെ വർഷങ്ങൾ 25 വർഷത്തോളം ബന്ധമുണ്ട്. പുള്ളിയെ ഇതിനു മുമ്പ് 1 കോടി അടിച്ച സമയത്തും പറയും 1 കോടി ഇവിടെ വരുമെന്ന്. അതൊരു ഒരാഴ്ചക്കുള്ളിൽ വന്നിട്ടുണ്ട്. ഇന്ന് രാവിലെ ഇതുപോലെ ഡ്രസ്സ് ഇട്ട് വന്നിട്ട് 500 പപ്സ് ഏൽപ്പിക്കാൻ, ലഡു വേണ്ട, ചെണ്ടക്കാർ വേണം. അപ്പോൾ ഞാൻ കണക്കൂട്ടി പുതിയ ഷർട്ടൊക്കെ ആയിട്ടല്ല വന്നേക്കുന്നതെന്നേ പറഞ്ഞു. അതുപോലെ തന്നെ കടാക്ഷിച്ചു. പുതിയ ഷർട്ടാണ്. അതെ, സത്യം. ഞാൻ തമാശക്ക് രാവിലെ പറഞ്ഞാണോ ജലേബി അടിക്കണം? ഇല്ലില്ല, സത്യമായിട്ടും എനിക്കറിയില്ല. ഇവിടെ എന്നോട് പറഞ്ഞ രീതിയിലാണെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന പോലെ നെട്ടൂർ തന്നെയാണ് സമ്മാനം. ഇവർ പലരും പറയുന്നുണ്ട് പല പേരുകളൊന്നും പറഞ്ഞിട്ടില്ല. ഇവിടെ തന്നെയാണെന്നുള്ള സൂചന പറഞ്ഞു. അത് ആർക്കായാലും നെട്ടൂരാകണം, അത്രയല്ലേ എനിക്ക്. നെട്ടൂരായാൽ അവർ വിളിക്കും. എന്നെ വിളിക്കാതിരിക്കുക. ഇപ്പം ഇവിടെ വിൽക്കുന്ന ടിക്കറ്റിനൊന്നും ഞാൻ കമ്മീഷൻ മേടിക്കാത്ത ആളാണ്. 5000 മേടിച്ചു കഴിഞ്ഞാൽ 100 രൂപ മേടിക്കണമെന്ന് പറഞ്ഞാൽ ആ ഒരു ഇടപാടേ ഇല്ല. ഇവിടെ മേടിക്കാൻ ടിക്കറ്റ് എടുക്കണമെന്ന് പറയും. അത്രേ ഉള്ളൂ. ഇപ്പോൾ 1 ലക്ഷം 1 കോടി അടിച്ചിട്ടും അയാൾ എന്തെങ്കിലും കിട്ടുക എന്നൊന്നും ഞാൻ നോക്കിയിട്ടില്ല. എനിക്കത് വിട്ടപ്പോൾ ന്യായമായി കിട്ടാവുന്ന കാശ് എനിക്ക് കിട്ടി. 11,80,000 രൂപ എനിക്ക് കിട്ടി. ആ കാശ് മതി. അത് തന്നെ കൂടുതലല്ലേ. പിന്നെ എന്തിനു വേറെ അവരുടെ കൈയിട്ട് വരണം? ആ ലൈനിലുള്ള ആളല്ലേ.
2.5 കോടി എന്നാ പറഞ്ഞു കേൾക്കണം. ഞാൻ അത് കേട്ട് കണ്ണു കാണിലിരിക്കണ ഞാൻ കണ്ണു കാണിലിരിക്കണ എന്ത് ഒരു പ്ലാൻ ഷർട്ട് വാങ്ങിച്ച സ്ഥിതിക്ക് പ്ലാനും കരുതിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ കാര്യമാണത്. ഇവൻ തറപ്പിച്ച് പറഞ്ഞു ഈ വടി ഉണ്ടാവും പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു പുതിയ ഷർട്ടൊക്കെ ഇട്ട് അമ്പലത്തിൽ പോലെന്ന് പറഞ്ഞ് കളിയാക്കിട്ട് വീട്ടിൽ പോകുന്ന പ്ലാൻ പ്ലാൻ എന്തുവാ 2.5 കോടി എന്ത് ചെയ്യണോന്ന് എനിക്കറിയില്ല. എന്തെങ്കിലുമൊക്കെ ചെയ്യും. വീട്ടിൽ പറയാൻ ടൈം കിട്ടിയിട്ടില്ല. എല്ലാവരും വിളിക്കുന്നുണ്ട്. അളിയൻ വിളിക്കുന്നുണ്ട്, ഭാര്യ വിളിക്കുന്നുണ്ട്, മോൻ പുറത്താണ്, മോൻ വിളിക്കുന്നുണ്ട്, അവൻ പുറത്താണ്, അവനും ചിലപ്പോൾ അറിഞ്ഞു കാണും, അവൻ വിളിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരും അറിഞ്ഞ്, അനിയനെ അറിഞ്ഞ്, വീട്ടിലെല്ലാവരും അറിഞ്ഞ്. ഇല്ലല്ലോ, പോകൂല. നെട്ടൂരേ കിട്ടുള്ളൂ. നെട്ടൂര് അത്ര ഐശ്വര്യമുള്ള സ്ഥലമാണ്. ഞാൻ വെറുതെ ഞാൻ 17 വയസ്സിൽ ഞാനിവിടെ വന്നാണ്. ഇപ്പൊ എനിക്ക് 51ാമത്തെ വയസ്സിലാണ് ഞാൻ ഇവിടെ. ഈ സ്ഥലം കൊണ്ട് രക്ഷപ്പെട്ട ആളാണ്. കുമ്പളത്ത് വന്നേക്കുന്ന ഒരുപാട് പേര് 17 കൊല്ലം മുമ്പ് 17 വയസ്സിൽ ഇന്നിപ്പോ ഇത്ര ആയില്ലേ, അത് നെട്ടൂരുകൊണ്ട് തന്നെയാണ്. അപ്പൊ അവർ നന്ദിയുണ്ട് ആൾക്ക്. അറേഞ്ച് ചെയ്ത ചെണ്ടമേളൊക്കെ എത്തുമോ ഇവിടെ? തമാശ പറഞ്ഞ ഇത് അതില് വലിയ ആഘോഷമില്ല. ഇത്രയും വലിയ ആഘോഷം നമ്മൾ സ്വപ്നത്തിൽ പോലും കണ്ടില്ല. പിന്നെ ഞങ്ങള് സന്തോഷമാണ് പങ്കുവെച്ചുകൊണ്ടേയിരിക്കുന്നത്. ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു താൻ വിറ്റ ടിക്കറ്റുകളിൽ ഏതെങ്കിലും ഒന്നിന് ലോട്ടറി അടിക്കുമെന്ന്. അതുകൊണ്ട് പുതിയ ഷർട്ടൊക്കെ ഇട്ടാണ് വന്നത്. 2 സുഹൃത്തുക്കൾ ഇന്നലെ പ്ലാൻ ചെയ്തിരുന്നു ഇന്ന് ലോട്ടറി എങ്ങാനും അടിച്ചാൽ പുതിയ ഷർട്ട് ഇട്ട് വരണമെന്ന്. അങ്ങനെ വന്നു എന്നാണ് ലതീഷ് ഏട്ടൻ പറയുന്നത്. എന്തായാലും നെട്ടൂര് വിറ്റ ലോട്ടറിക്കാകും ആ ഭാഗ്യം എന്നൊരു പ്രതീക്ഷ ഇവർ പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട്. നേരത്തെ നമ്മൾ കണ്ടത് ഒരക്കത്തിന് ബമ്പർ സമ്മാനം പോയവരെ കണ്ടു, 2 അക്കത്തിന് പോയവരെ കണ്ടു. അപ്പോൾ ജസ്റ്റ് മിസ്സായി ആ കോടികൾ നഷ്ടമായവരൊക്കെ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. സങ്കടമുണ്ട്. പക്ഷെ എന്നാലും തങ്ങൾ മേടിച്ച കടയിൽ ലോട്ടറി അടിച്ചതിന്റെ സന്തോഷം കൂടി അവർ പങ്കുവെക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും എപ്പോഴാണ് ഭാഗ്യശാലിയെ കണ്ടെത്തുക എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. പറയുന്നത് കൂടുതൽ ആളുകളും ഈ ഭാഗത്തുള്ളവർ തന്നെയാണ് ടിക്കറ്റ് വാങ്ങിച്ചത്, സുഹൃത്തുക്കളും പരിചയക്കാരും ഒക്കെയാണ്. അതുകൊണ്ട് അവർക്കാർക്കെങ്കിലും ഒക്കെ ആയിരിക്കും എന്നൊരു വാർത്ത കൂടി അവർ പങ്കുവെക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും ഭാഗ്യശാലി എപ്പോഴും കാണാൻ മറയത്താണ്. അയാൾക്ക് താനാണ് ആ ഭാഗ്യശാലി എന്ന് വെളിപ്പെടുത്താൻ ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് അടുത്ത മണിക്കൂറുകളിൽ തന്നെ ഭാഗ്യശാലിയെ അറിയാൻ കഴിയും. അല്ല ഒളിച്ചിരിക്കാൻ തീരുമാനിച്ചിരിക്കുന്ന ഭാഗ്യശാലിയാണെങ്കിൽ അതങ്ങനെ ഇരിക്കും. എന്തായാലും 2.5 കോടി ടിക്കറ്റ് വിട്ട് നേടിയതിന്റെ ഒരു സന്തോഷമാണ് ലതീഷേട്ടൻ പങ്കുവെക്കുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ട ആ ചിരിച്ച മുഖം സന്തോഷത്തോടെ നിൽക്കുന്നത് രതീഷ് എന്ന ആളാണ്. രതീഷിന്റെ ആ ഏജൻസിയിൽ വിറ്റ ടിക്കറ്റിനാണ് ഇപ്പോൾ 1ാം സമ്മാനമായിട്ടുള്ള. വീണ്ടും പ്രേക്ഷകരോട് പറയാനുള്ളത്, ടിക്കറ്റ് എടുത്ത ആളുകളോട് പറയാനുള്ളത്, നിങ്ങൾ ഓർമ്മ വയ്ക്കുക, TH സീരീസിലുള്ള 577825 എന്ന ഭാഗ്യ നമ്പറിനാണ് ഈ വർഷത്തെ ബമ്പർ സമ്മാനമായിട്ടുള്ള 25 കോടി ഓണം ബമ്പർ അടിച്ചിരിക്കുന്നത്. പേടിക്കേണ്ട, മറ്റ് അനുബന്ധ സമ്മാനങ്ങൾ ഓരോ കോടി വെച്ച് 20 പേർക്ക്, പിന്നെ മറ്റ് ചില്ലറ സമ്മാനങ്ങളൊക്കെ ഒരുപാട് സമ്മാനങ്ങൾ ഉണ്ട്. അപ്പോൾ ഓരോ ടിക്കറ്റുകളും വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് തന്നെ ഭാഗ്യശാലി നമുക്കുടനെ അറിയാൻ കഴിയുമോ എന്നൊക്കെയുള്ളത് വളരെ ഒരു ചോദ്യമാണ്. അങ്ങനെ ഇന്ന് തന്നെ അറിയണമെന്നില്ല, ഇനി വരണമെന്നുമില്ല, അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ.